Welcome to another video on market structure, monopoly. Monopoly is a market structure in which there is a single seller. ഒറ്റ സെല്ലറേ ഉണ്ടാവുള്ളൂ, പക്ഷേ there are so many buyers. And regarding the product, there are no close substitutes for the commodity. കമ്മോഡിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും തന്നെ കാണില്ല, സിമിലർ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് പോലും കാണില്ല. ആൻഡ് ദർ ആർ ബാരിയേഴ്സ് ടു എൻട്രി. അതുപോലെ നമുക്ക് ഫേം തന്നെയാണ് അവിടുത്തെ ഇൻഡസ്ട്രി എന്ന് പറയുന്നതും, കാരണം ഒറ്റ സെല്ലർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാരിയേഴ്സ് ടു എൻട്രി ഇസ് ദെയർ, അതായത് വേറെയുള്ള ഫേംസിനൊന്നും എൻട്രി ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള മൊണോപ്പൊളി എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവാൻ കുറച്ച് കോസസ് ഉണ്ട്. ആൻഡ് ദീസ് ആർ ഡിസ്കസ്ഡ് ഹിയർ. ഫസ്റ്റ്ലി, ഓണർഷിപ്പ് ഓഫ് സ്ട്രാറ്റജിക് റോ മെറ്റീരിയൽസ് ഓർ എക്സ്ക്ലൂസീവ് നോളജ് ഓഫ് പ്രൊഡക്ഷൻ ടെക്നിക്. ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി മാത്രം പ്രൊസസ്സ് ചെയ്യുന്ന സ്ട്രാറ്റജിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കാണും, അല്ലെങ്കിൽ അതിന് മാത്രം അറിയാവുന്ന പ്രൊഡക്ഷൻ ടെക്നിക്സ് വിൽ ബി ദെയർ. Secondly, it may be having the patent rights for a product or for a production process. അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിനോ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോഡക്റ്റുകൾക്കോ പേറ്റൻറ്റ് റൈറ്റ്സ് വിൽ ബി ദെയർ. Thirdly, government licensing or the imposition of foreign trade barriers to exclude foreign competitors. Foreign competition മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ഫോറിൻ ട്രേഡ് ബാരിയേഴ്സോ അല്ലെങ്കിൽ ഗവൺമെൻറ് ലൈസൻസിങ്ങോ ഒക്കെ ഉണ്ടായിരിക്കാം. Fourthly, the size of the market may be such as not to support more than one plant of optimal size. Regarding the size of the market എങ്ങനെയായിരിക്കും? It will be, the size will be such that it can support only one plant of optimal size. അതായത് ഒരു സിംഗിൾ പ്ലാന്റ് കൊണ്ട് തന്നെ അതിന് സബ്സ്റ്റാൻഷ്യൽ ഇക്കോണമീസ് റീപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സിംഗിൾ ലാർജ് പ്ലാന്റ് മൊണോപ്പൊളീസിന് എക്സാമ്പിളാണ് ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻസ്, ട്രാൻസ്പോർട്ടൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള മൊണോപ്പൊളീസ് ലാർജ് സ്കെയിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ അവർക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇക്കോണമീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ നമുക്ക് നാച്ചുറൽ മൊണോപ്പൊളി എന്നും പറയാം. ഇങ്ങനെ നാച്ചുറൽ മൊണോപ്പൊളീസ് ക്രിയേറ്റ് ആവുന്ന സന്ദർഭങ്ങളിൽ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഇറ്റ് ക്യാൻ എക്സ്പ്ലോയിറ്റ് ദ കൺസ്യൂമേഴ്സ്. കാരണം സിംഗിൾ സെല്ലറാണ്, ഒരുപാട് ബയേഴ്സ് ഉണ്ട്, നാച്ചുറൽ മൊണോപ്പൊളിയുമാണ്. സോ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദി ക്യാൻ എക്സ്പ്ലോയിറ്റ് ദ കൺസ്യൂമേഴ്സ്. So in such cases, the government undertakes the production of the commodity or the service to avoid the exploitation of the consumers. And this is the case of public utilities. Next cause is the adoption of limit pricing policy. അതായത് എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൈസ് ലോ ആയിട്ട് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിമിറ്റ് പ്രൈസിംഗ് എന്ന് പറയുക. ഇത് മറ്റുള്ള പ്ലെയേഴ്സിന് നമ്മുടെ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ തീർച്ചയായിട്ടും അൺപ്രോഫിറ്റബിൾ ആയിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ എൻട്രി പ്രിവെൻഷൻ സ്ട്രാറ്റജി തന്നെയാണ് മൊണോപോളിസ്റ്റുകൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈസ് ഇല്ലീഗൽ ഇൻ മെനി കൺട്രീസ് ഓൾസോ. ഇങ്ങനെ ഒരു പോളിസിയുടെ കൂടെ ഹെവി അഡ്വർടൈസിങ്ങും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരിക, ഇതൊക്കെ എൻട്രി അൺഅട്രാക്റ്റീവ് ആക്കുന്ന പോളിസീസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന മൊണോപ്പൊളിയാണ്. അതായത് എൻട്രി ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന മൊണോപ്പൊളീസാണ്. വി ക്യാൻ സീ ദ ഡിമാൻഡ് ആൻഡ് റവന്യൂ ഫങ്ഷൻ ഓഫ് ദ മൊണോപോളിസ്റ്റ്. മൊണോപ്പൊളിയാണ്, സിംഗിൾ സെല്ലറാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഫേമും ഇൻഡസ്ട്രി സെയിം ആണ്. അപ്പോൾ ഫേമിൻ്റെ ഡിമാൻഡ് കർവ് തന്നെയാണ് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവും. ഇവിടെ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡിമാൻഡ് ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി പി എന്ന് പറയുന്ന ഫോമിലാണ് നമ്മളത് യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതിന് പകരം എക്സ് ഇസ് ഈക്വൽ ടു ബി സീറോ സ്റ്റാർ മൈനസ് ബി ടി സ്റ്റാർ ഇൻറ്റു പി എന്നാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ മൈനസ് ബി ടി എന്ന് പറയുന്നത് അതിൻ്റെ സ്ലോപ്പാണ്. സ്ലോപ്പ് ഇവിടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, വിച്ച് ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. ഇവിടെ ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്തേക്കുന്നത് സെട്രിസ് പാരിബസ് അസംഷൻ വെച്ചിട്ടാണ്. അതായത് ഓൾ ദ അതർ ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻകം, ടേസ്റ്റ്, അതർ പ്രൈസസ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ പ്രൈസിനെ മാത്രം എടുത്തിട്ടാണ് ഇവിടെ ഡിമാൻഡ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. ഇതിലേതെങ്കിലും ഫാക്ടേഴ്സ് അതർ ദാൻ ദ പ്രൈസ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ്. Now slope of the demand curve is dx by dp, it is equal to minus bt. ഇവിടെ സ്ലോപ്പ് നമ്മൾ പറഞ്ഞു, അത് പിന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ആണ്. ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ആണ്. ഡി എക്സ് ബൈ ഡി പി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൈസിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് ഡി എക്സ് ബൈ ഡി പി. ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ടി.
നൗ ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമുക്കറിയാം പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഫോമുല എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ എക്സ് ആണ്. അത് നമ്മൾ വേറൊരു ഫോമിൽ ഇവിടെ എഴുതിയേക്കുന്നേ ഉള്ളൂ, ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി പി ഇൻറ്റു പി ബൈ എക്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഡി എക്സ് ബൈ ഡി പി മൈനസ് ബി ടി ആണെന്ന് പറഞ്ഞു, അതിൻ്റെ സ്ലോപ്പ് ആണല്ലോ മൈനസ് ബി ടി ഇൻറ്റു പി ബൈ എക്സ് നമുക്ക് എഴുതാം. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ ഓരോ പോയിന്റിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അറ്റ് പോയിന്റ് ഡി ദി ഇലാസ്റ്റിസിറ്റി ഈസ് ഇൻഫിനിറ്റി. നമ്മൾ പോയിന്റ് ഡി നോക്കുവാണെങ്കിൽ, അതായത് ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ ഡിയിൽ നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ഇൻഫിനിറ്റി ദെയർ. ആ മിഡ് പോയിന്റിൽ നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 1. ആൻഡ് എക്സിൻ്റെ ഇൻ്റർസെപ്റ്റിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡി ഡാഷിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ഇസ് ദ ടോട്ടൽ റവന്യൂ ഓഫ് ദ മൊണോപോളിസ്റ്റ്. റവന്യൂ എന്ന് പറയുമ്പോൾ വി നോ ദ റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു എക്സ്. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഗിവ്സ് എ റവന്യൂ. ദെൻ ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ എക്സ്. ടോട്ടൽ റവന്യൂ നമ്മൾ മുകളിൽ പറഞ്ഞു ഇറ്റ് ഈസ് ഈക്വൽ ടു പി എക്സ്. സോ പി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ആണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു പി എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് ഇതിനകത്ത് എന്ത് കൺക്ലൂഷനിൽ എത്താൻ പറ്റും? ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് ദ മൊണോപോളിസ്റ്റ്. നൗ ദ മാർജിനൽ റവന്യൂ of the monopolist. Marginal revenue is a straight line with the same intercept as the demand curve but twice as steep. നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്ത് B0 മൈനസ് ബി ടി ഇൻറ്റു പി എന്നാണ്. അവിടെ സ്ലോപ്പ് കാണിക്കുന്നത് മൈനസ് ബി ടി ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? മാർജിനൽ റവന്യൂ ഹാസ് ദ സെയിം ഇൻ്റർസെപ്റ്റ് ആസ് എ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൻ്റെ അതേ ഇൻ്റർസെപ്റ്റ് ആണ്. ഇവിടെ ഇൻ്റർസെപ്റ്റിനെ കാണിക്കുന്നത് ഏത് ടേമാണ്? B0 എന്ന് പറയുന്നതാണ് ഇൻ്റർസെപ്റ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ്. പിന്നെ സ്ലോപ്പിനെ കാണിക്കുന്നത് ഏതാണ്? മൈനസ് 2BT ആണ്. അപ്പോൾ ഇവിടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് MR ഈസ് ട്വൈസ് ആസ് സ്റ്റീപ്പ് ആസ് ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിനെക്കാട്ടിലും ട്വൈസ് സ്റ്റീപ്പാണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. മൈനസ് 2BT ആണ് ഇവിടെ വന്നേക്കുന്നത്. 2 ആണ് ഇവിടെ എക്സ്ട്രാ വന്നേക്കുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ദ മാർജിനൽ റവന്യൂ കർവ് ഈസ് ട്വൈസ് ആസ് സ്റ്റീപ്പ് ആസ് ദ ഡിമാൻഡ് കർവ്. ഒരു മൊണോപോളിസിൻ്റെ ഡിമാൻഡ് കർവും MR കർവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും അതിൻ്റെ സ്ലോപ്പിലും, അതായത് ഇതിൻ്റെ സ്റ്റീപ്നെസ്സിൽ വന്നേക്കുന്ന വ്യത്യാസം എന്താണെന്നുള്ളത്. നൗ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MR ആൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. MR ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ E. ഇനി കോസ്റ്റ് കർവ്സിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ABC കർവ്, MC കർവ് ആൻഡ് ദ ATC കർവ് ആർ യു ഷേപ്ഡ് ആൻഡ് ദ AFC ഈസ് എ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇനി പറയുന്നത് മൊണോപോളിസിൻ്റെ സപ്ലൈ കർവിനെ പറ്റിയാണ്. ഒരു മൊണോപോളിസിന് ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള സപ്ലൈ കർവ് ഇല്ല. കാരണം ദർ ഇസ് നോ യുണീക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. നമ്മൾ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റൊക്കെ പഠിച്ചപ്പോൾ അതിൽ നമ്മൾ സപ്ലൈ കർവ് ഡിറൈവ് ചെയ്തത് MC കർവിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലാണ്. പിന്നെ PCയുടെ സപ്ലൈ കർവ് നമ്മൾ കാണിച്ചത്. പക്ഷേ ഇവിടെ MC കർവ് ഇസ് നോട്ട് ദ സപ്ലൈ കർവ് ഓഫ് ദ മൊണോപോളിസ്റ്റ് ആസ് ഇസ് ഇൻ ദ കേസ് ഓഫ് പ്യുവർ കോമ്പറ്റീഷൻ. ഇപ്പോൾ മൊണോപോളിസ്റ്റിൻ്റെ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്, പിന്നെ മാർജിനൽ റവന്യൂ കർവ് എങ്ങനെയാണ്, കോസ്റ്റ് കർവ്സ് എങ്ങനെയാണ്, സപ്ലൈ കർവ് ഉണ്ടോ ഇല്ലേ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കതിൻ്റെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലേക്ക് പോവാം. അപ്പോൾ മൊണോപോളിസ്റ്റ് അതിൻ്റെ ഷോർട്ട് റൺ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് ഇസ് MC ഷുഡ് ബി ഈക്വൽ ടു MR ആൻഡ് സെക്കൻഡ് വൺ ഇസ് സ്ലോപ്പ് ഓഫ് MC ഈസ് ഗ്രേറ്റർ ദാൻ ദ സ്ലോപ്പ് ഓഫ് MR അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. MCയും MRും കട്ട് ചെയ്യുന്ന പോയിന്റിൽ സ്ലോപ്പ് ഓഫ് MC എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ സ്ലോപ്പ് ഓഫ് MR, അല്ലെങ്കിൽ MC ഷുഡ് കട്ട് MR ഫ്രം ബിലോ. നിങ്ങൾ ഡയഗ്രാമാറ്റിക്കലി ഈ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഡിമാൻഡ് കർവ് വരയ്ക്കുക. അതിൻ്റെ പകുതി സ്ലോപ്പിൽ, അതായത് സ്റ്റീപ്നെസ് കൂടുതലാണ് മാർജിനൽ റവന്യൂ കർവിന്. അപ്പോൾ സ്റ്റീപ്നെസ് ഡിമാൻഡ് കർവിൻ്റെ ഇരട്ടിയാക്കിയിട്ട് വേണം മാർജിനൽ റവന്യൂ കർവ് വരയ്ക്കാൻ. അത് ക്ലിയർലി ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാകും. അതിനുശേഷം നിങ്ങൾ MC കർവ് വരയ്ക്കുക. ഈ MCയും MRും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് അവർ ക്വാണ്ടിറ്റി ഡിറ്റർമിനേഷൻ നടത്തുന്നത്. ആ ഒരു പോയിന്റിൽ നിന്ന് ഡിമാൻഡ് കർവിലേക്ക് ഒരു ലൈൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിന്റ് C കിട്ടും. ആ സിയിൽ നിന്നാണ് Y ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പ്രൈസ് കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് MCയും MRും കട്ട് ചെയ്യുന്ന പോയിന്റിൽ, അതായത് ഇവിടെ കാണിച്ചേക്കുന്ന E എന്ന് പറയുന്ന പോയിൻ്റാണ്, ഏറ്റവും താഴെ കാണിച്ചേക്കുന്ന പോയിൻ്റാണ്, അവിടെയാണ് നമ്മൾ ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ ഡിമാൻഡ് കർവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. പോയിന്റ് C കിട്ടും നമുക്ക്. ആ സിയിൽ നിന്ന് Y ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടെയാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ നടക്കുന്നത്.
ആ പോയിന്റ് ഇയിൽ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയാണ് ഒരു മൊണോപോളിസ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ദ മൊണോപോളിസ്റ്റ് കൻ നോട്ട് ഡിസൈഡ് ഇൻഡിപെൻഡൻ്റ്ലി ബോത്ത് ദ ക്വാണ്ടിറ്റി ആൻഡ് ദ പ്രൈസ് അറ്റ് വിച്ച് ഹി വോണ്ട്സ് ടു സെൽ. അതായത് ഇവിടെ ഒരു മൊണോപോളിസ്റ്റിന് 2 ഡിസിഷൻസാണ് എടുക്കേണ്ടത്. അതായത് പ്രൈസ് തീരുമാനിക്കണം, ഔട്ട്പുട്ട് തീരുമാനിക്കണം. ഇത് രണ്ടും എന്ന് പറയുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള 2 ഡിസിഷൻസാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഡിസിഷൻസ് മൊണോപോളിസ്റ്റിന് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഒന്നിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക ആദ്യം, അത് വെച്ചിട്ട് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ച് പോസിബിൾ അല്ല. It is clearly said that the monopolist will either set his price and sell the amount that the market will take at it, or he will produce the output defined by the intersection of MC and MR, which will be sold at the corresponding price P. That means the monopolist cannot decide independently both the quantity and the price at which he wants to sell it. ഈ ഒരു പോയിന്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ 2 ഡിസിഷൻസും, പ്രൈസിനെ പറ്റിയുള്ള ഡിസിഷനും ഔട്ട്പുട്ടിനെ പറ്റിയുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അല്ലാതെ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൊണോപോളിസ്റ്റിന് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻസ് അല്ല. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും. പ്രൈസ് PM ആണെന്ന് നമ്മൾ പറഞ്ഞു. He realizes excess profit equal to the shaded area APM-CB. APM-CB എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡഡ് ഏരിയ ആണ് അയാളുടെ എക്സസ് പ്രോഫിറ്റ് കാണിക്കുന്നത്. കാരണം ഇവിടെ പ്രൈസ് ഒരുപാട് കൂടുതലാണല്ലേ. ദ പ്രൈസ് ഹിയർ ഇസ് ഹയർ ദാൻ ദ മാർജിനൽ റവന്യൂ. ഇവിടെ മൊണോപോളിസ്റ്റ് സെറ്റ് ചെയ്തേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഹയർ ദാൻ ദ മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അഡീഷണൽ യൂണിറ്റ് സെല്ല് ചെയ്യുമ്പോൾ അദ്ദേഹം ഏൺ ചെയ്യുന്ന റവന്യൂ ആണ്. ആ ഒരു അഡീഷണൽ യൂണിറ്റ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന റവന്യൂവിനെക്കാട്ടിൽ കൂടുതലാണ് പ്രൈസ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എക്സസ് പ്രോഫിറ്റ് ആണ്. ഏത് ഏരിയയിലാണ് എക്സസ് പ്രോഫിറ്റ് കാണിച്ചേക്കുന്നത്? PMCBA അല്ലെങ്കിൽ APM-CB എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡഡ് ഏരിയ ആണ് അദ്ദേഹത്തിൻ്റെ എക്സസ് പ്രോഫിറ്റ് കാണിച്ചേക്കുന്നത്. ലോങ് റൺ ഇക്വിലിബ്രിയം. ലോങ് റണ്ണിൽ മൊണോപോളിസ്റ്റിന് അദ്ദേഹത്തിൻ്റെ പ്ലാന്റ് സൈസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓർ ഹി ക്യാൻ യൂസ് ഹിസ് എക്സിസ്റ്റിംഗ് പ്ലാന്റ് അറ്റ് ദ ലെവൽ ദറ്റ് ക്യാൻ മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ്. ഒന്നിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സിസ്റ്റിംഗ് പ്ലാന്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലോങ് റണ്ണിൽ ആ ഒരു പ്ലാന്റ് സൈസ് എക്സ്പാൻഡ് ചെയ്യാം. ലോങ് റണ്ണിൽ ഒരു മൊണോപോളിസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒപ്റ്റിമൽ സ്കെയിൽ ആവണം എന്നില്ല. പക്ഷേ സർട്ടൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ലോങ് റണ്ണിൽ ലോസസ് ഇൻകർ ചെയ്യുന്ന ഫേംസ് എപ്പോഴും പുറത്തു പോകുമെന്ന് നമ്മൾ പറഞ്ഞു. സെയിം ഈസ് ദ കേസ് വിത്ത് മൊണോപോളിസ്റ്റും അങ്ങനെ തന്നെയാണ്. ലോങ് റണ്ണിൽ ലോസസ് ഇൻകർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബിസിനസ്സിൽ സ്റ്റേ ചെയ്യില്ല. ഒരു മൊണോപോളിസ്റ്റിൻ്റെ പ്ലാന്റ് സൈസും അതിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ ലെവൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ദ മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡിനെ ആശ്രയിച്ചാണ് പ്ലാന്റ് സൈസിൻ്റെ എക്സ്പാൻഷനും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുപോലെ അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതും തീരുമാനിക്കുന്നത് ഈ മാർക്കറ്റ് ഡിമാൻഡിൻ്റെ പുറത്താണ്. അപ്പോൾ ഈ മാർക്കറ്റ് ഡിമാൻഡ് വെച്ച് മൊണോപോളിസ്റ്റിന് ഒന്നിൽ ഒപ്റ്റിമൽ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നടത്താം, അതായത് മിനിമം പോയിന്റ് ഓഫ് LICയിൽ പ്രൊഡക്ഷൻ നടത്താം, അല്ലെങ്കിൽ സബ് ഓപ്റ്റിമൽ ലെവലിലായിരിക്കും ചിലപ്പം പ്രൊഡക്ഷൻ വരുന്നത്. അതായത് LICയുടെ ഫോളിംഗ് പാർട്ടാണ് സബ് ഓപ്റ്റിമൽ ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ സബ് ഓപ്റ്റിമൽ ലെവൽ എന്ന് പറയുമ്പോൾ എക്സസ് കപ്പാസിറ്റിയും കൂടെ അവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓപ്റ്റിമൽ സ്കെയിലും കഴിഞ്ഞ് he can surpass the optimal scale and expand beyond the minimum LIC. LICയുടെ മിനിമം പോയിന്റ് കഴിഞ്ഞിട്ടും പ്രൊഡക്ഷൻ നടത്താം. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് മാർക്കറ്റ് കണ്ടീഷൻസിനെയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഫിഗറിൽ ഒരു ഒപ്റ്റിമൽ പ്ലാന്റ് സൈസ് ഓപ്പറേറ്റ് ചെയ്യുന്ന മൊണോപോളിസ്റ്റിനെയാണ് കാണിച്ചേക്കുന്നത്. ഫുൾ കപ്പാസിറ്റിയിലാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇക്വിലിബ്രിയത്തിലാകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് E ആണ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് LMC is equal to MR at point E. ഓൾസോ LMC cuts MR from below. അപ്പോൾ XE എന്ന് പറയുന്നതാണ് ക്വാണ്ടിറ്റി. നമ്മുടെ പ്രൊഡക്ഷൻ ഡിറ്റർമിൻ ചെയ്തേക്കുന്ന XE ലെവലിലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസാണ് OP ലെവൽ. അപ്പോൾ ഇതൊരു ഒപ്റ്റിമൽ സ്കെയിലുള്ള പ്രൊഡക്ഷനാണ്. കാരണം LICയുടെ മിനിമം പോയിന്റിലാണ് പ്രൊഡക്ഷൻ ലെവൽ കാണിച്ചേക്കുന്നത്. XE എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ലെവൽ കാണിച്ചേക്കുന്നത് മിനിമം പോയിന്റ് ഓഫ് LICയിലാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു എപ്പോഴും ഇതൊരു ഒപ്റ്റിമൽ സ്കെയിൽ ആകണമെന്നില്ല. പ്യുവർലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ് എപ്പോഴും ഈ ഒരു ലോങ് റൺ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒപ്റ്റിമൽ സ്കെയിൽ വരുന്നത്. പക്ഷേ മൊണോപോളിസിൻ്റെ കേസിൽ എപ്പോഴും ആകണമെന്നില്ല. സബ് ഓപ്റ്റിമൽ പ്ലാന്റ് സൈസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു മൊണോപോളിസിനെയാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും എക്സസ് കപ്പാസിറ്റി ഉണ്ട്. എക്സസ് കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്ക് പറയാം പ്ലാന്റ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. അത് വേണ്ട പോലെ പ്ലാന്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതാണ് അണ്ടർ യൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ എക്സസ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇവിടെയും ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് എം സി ഈക്വൽ ടു എം ആർ റൂൾ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എം സി കട്ട്സ് എം ആർ ഫ്രം ബിലോ, ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്തേക്കുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ടിൻ്റെ, അതായത് ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് ലെവൽ ഒ പി ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എൽ ഐ സി കർവിലേക്ക് നോക്കുക. നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും എൽ ഐ സിയുടെ ഫോളിംഗ് പാർട്ടിലാണ് നമ്മുടെ ഈ ഒരു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ വന്നേക്കുന്നത്. ഒരിക്കലും അത് ഒപ്റ്റിമൽ അല്ല, മിനിമം പോയിന്റ് ഓഫ് എൽ ഐ സിയിലല്ല വന്നേക്കുന്നത്, ഫോളിംഗ് പാർട്ട് ഓഫ് എൽ ഐ സി ആണ്. അവിടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എൽ ഐ സി എസ് ആർ ഐ സി കർവും ടാൻജൻ്റ് ആകുന്നത് എസ് ആർ ഐ സിയുടെ ഫോളിംഗ് പാർട്ടിലാണ്. ഇവിടെ എൽ ഐ സി കർവിൻ്റെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് പി ആണ്. പക്ഷേ ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് അറ്റ് ദ ലെവൽ ഇ ഡാഷ്. ഇ ഡാഷ് എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ മാത്രമേ നമ്മൾ പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ദർ ഈസ് എക്സസ് കപ്പാസിറ്റി. ഇനി ഒരു ലാർജ് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു മൊണോപോളിസ്റ്റിൻ്റെ ഇക്വിലിബ്രിയമാണ് കാണിക്കുന്നത്. ഈ ഒരു കേസിൽ നമ്മുടെ ഒപ്റ്റിമൽ പ്ലാൻ സൈസിനെക്കാട്ടിലും കൂടുതലാണ് ഇവിടുത്തെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത്. അതായത് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ലെവലിനെക്കാട്ടിലും കൂടുതലാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓവർ യൂട്ടിലൈസ്ഡ്. മാർക്കറ്റ് സൈസ് ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ, അതായത് മാർക്കറ്റ് ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ മൊണോപോളിസ്റ്റിന് അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ഒരുപാട് എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലാൻ സൈസ് ഒപ്റ്റിമൽ ലെവലിനെക്കാട്ടിലും കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാലും മനസ്സിലാവും എൽ ഐ സിയുടെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് സി ആണ്. അവിടെയാണ് ഒപ്റ്റിമൽ കപ്പാസിറ്റി വരേണ്ടത് ശരിക്കും. പക്ഷേ മാർക്കറ്റ് ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ അവർ ഓവർ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ആ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഓവർ യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്രയും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ പ്രൊഡക്ഷൻ നടത്തുന്നത് എക്സ് ഇ എന്ന് പറയുന്ന പോയിന്റിലാണ്. അതാണ് അവരുടെ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. അവിടെയാണ് എം സിയും എം ആറും തുല്യമാകുന്നതും എം സി കട്ട്സ് എം ആർ ഫ്രം ബിലോ എന്ന് പറയുന്ന കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതായത് മിനിമം പോയിന്റ് സി ആണ് എൽ ഐ സിയുടേത്, പക്ഷേ അവർ ഓവർ യൂട്ടിലൈസ് ചെയ്യുകയാണ് പ്ലാന്റ്. അപ്പോൾ ഈ എക്സ് ഇ എന്ന് പറയുന്ന ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എൽ ഐ സിയുടെ പാർട്ട് എവിടെയാണ്? റൈസിങ് പാർട്ടാണ്. അതായത് അവിടെ കോസ്റ്റ് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. പ്രോഫിറ്റ് തീർച്ചയായിട്ടും ഫേം റീപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ കോസ്റ്റ് കൂടുതലാണ്. കോസ്റ്റ് കൂടുതലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒന്ന്, അവിടെ പ്ലാൻ സൈസ് അവർ ഓവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ ഓവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിമൽ സൈസിനെക്കാട്ടിലും കൂടുതലാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് റീസൺ കൊണ്ടാണ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ദോ ദെയർ ഇസ് പ്രോഫിറ്റ്.